ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നല്ല സൂപ്പറായിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു അയലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കിതേ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഏതൊരാൾക്കും, കാശ് കൂടിയവർക്കും കാശ് കുറഞ്ഞവർക്കും ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു മീനാണ്. ഇപ്പം വീടുകളിൽ കൂടി ഇപ്പം കടകളിൽ പോയി വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ മീൻകാർ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ, മത്തിയുള്ള സമയമാണെങ്കിൽ മീൻകാരുടെ കയ്യിൽ മത്തി കാണും. അപ്പോൾ ഈ മത്തി ഇച്ചിരി വിലയൊക്കെ കുറഞ്ഞതാണ്. സാധാരണ സമയങ്ങളിലൊക്കെ വില കുറവാണ് മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച്. എന്നാലും ഭയങ്കരമായിട്ട് ഗുണമുള്ളതും വറുത്തെടുത്താലും കറി വെച്ചാലും നല്ല രുചിയുള്ളതുമായിട്ടുള്ളൊരു മീനാണ് മത്തി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കാം. ഒത്തിരി വ്യത്യസ്തതയൊന്നും ഉള്ളതല്ല. നമ്മളിപ്പോൾ ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ വീട്ടമ്മ ഏറ്റവും വേഗത്തിൽ എങ്ങനെയാണോ ഒരു മത്തി വറുത്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടമ്മമാരൊക്കെ തന്നെ സാധാരണ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ളതോ ഗവൺമെൻറ് ആയിട്ടുള്ളതോ ആയ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ അവർ വൈകുന്നേരം വരുന്ന അവസരത്തിൽ കുറച്ച് മത്തി ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് അതെങ്ങനെ വറുത്തെടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇത് ഏകദേശം ഒരു 700 ഗ്രാമോളം മത്തി വാങ്ങിച്ചതാണേ. അപ്പോൾ അത് വെട്ടിക്കഴുകി വൃത്തിയാക്കിയപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് കാണും. ആ 1/2 കിലോ മത്തിയാണ് ഞാനിന്ന് വറക്കുന്നത്. അതിന് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പ പണിയാണേ. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടും. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ സാധാരണ വറ്റൽമുളകിൻ്റെ പൊടിയുണ്ട്. കാശ്മീരി ചില്ലിയൊന്നുമല്ല, സാധാരണ വറ്റൽമുളകിൻ്റെ പൊടിയാണ്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടാണ്. വെളുത്തുള്ളി ഞാനിങ്ങനെ അടത്തിയെടുത്ത് കഴുകി മാത്രമേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്നുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പണികളൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതൊരു ചെറിയ 1/2 ടീസ്പൂണാണ്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഇട്ട് നോക്കട്ടെ. ഉപ്പ് നമ്മളെപ്പോഴും പാകത്തിനാണ് ഇടുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം. അത് നമ്മുടെ ആവശ്യത്തിന് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാവേ. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പം നമ്മളിതേ മുളക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കഴുകി വെച്ചിരിക്കുന്ന മത്തി നല്ലോണം കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ 1 സ്പൂൺ ഉപ്പും ഒരു കുറച്ച് വിനാഗിരിയും ഒഴിച്ച് കഴുകിയെടുത്തിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങളാണ്. അതുപോലെ ഓരോന്നും നമ്മൾ ചെറുതായിട്ട് വരഞ്ഞും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതേ ഈ അരച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഞാൻ ഈ മുളക് ഇതിലേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കാം. ഇച്ചിരി മത്തിയല്ലേ, അപ്പം നമ്മൾ കുറച്ച് മുളകാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ മാറ്റി കൊടുക്കുന്നത്. നമുക്കിത് ഈ മിക്സിക്കകത്തെ മുളകും കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ മുളകൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിനൊരു 2 കഷ്ണം മത്തി വറുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 3 കഷ്ണം മതി, അല്ലെങ്കിൽ 5 കഷ്ണം മതിയെങ്കിൽ അതെടുത്ത് വറുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോണം. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ലോണം ഇതിൽ മുളക് പറ്റി പിടിച്ചിരിക്കും. അതും നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കാവേ. ഈ കറിവേപ്പില നമ്മൾ അടത്തിയിടുന്നതൊക്കെ കാണിച്ചിട്ടുള്ളതാണേ. ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സൗകര്യമാണ്. ഇപ്പം അന്നേരം ഓടി ഇല പറിക്കാനായിട്ട് പോകണ്ട. ഇനി ഞാനിതൊന്ന് നല്ലോണം ഇതേ പറ്റി പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ഒരു തിരുമി ചേർത്ത് ഇളക്കി വയ്ക്കാവേ. അപ്പം നമ്മളിതേ ഇങ്ങനെ ഇളക്കി വെച്ചു. ഇതൊരു 1/2 മണിക്കൂർ പറ്റിപ്പിടിച്ചിരുന്നതിന് ശേഷം വറക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കോണം. ഉപ്പ് എപ്പോഴും വേണ്ടതിലും ഇച്ചിരി കൂടുതൽ വേണം. എങ്കിൽ മാത്രമേ മീനേൽ പിടിച്ച്, ഇപ്പം നമ്മൾ വറക്കുന്ന അവസരത്തിലും കറി വെക്കുന്ന അവസരത്തിലും മീനയിലോട്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പും പുളിയൊക്കെ പിടിക്കുവേ. അപ്പോൾ അതിന് ശേഷവും ആവശ്യത്തിനുണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ ഉപ്പ് ചേർക്കണം. ഇനി ഇതിവിടെ ഒരു 1/2 മണിക്കൂർ സമയം
ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം വറക്കാനായിട്ട് നമ്മുടെ സാധാരണ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാനൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തീ കത്തിച്ച് കൊടുക്കാവേ. അപ്പോൾ തീ കത്തിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും എണ്ണ ഒഴിക്കുക. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് പുകയൊക്കെ വന്നു തുടങ്ങി. ഞാൻ തീ കുറച്ചിടുവാണ്. ഇനി നമ്മൾ ഈ മീൻ ചേർത്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടാൻ നല്ലതാണ്. അത് നമ്മൾ ഈ മുളകൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് വെക്കാം. അപ്പം ഞാൻ അങ്ങനെ ചേർക്കാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിട്ടിട്ട് ഞാനൊന്ന് നല്ലോണം ഇളക്കി ചേർത്തിട്ട് ഈ മീൻ നമുക്ക് അടുപ്പയിലോട്ട് ഇടാവേ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ? അങ്ങനെ ഇതിനകത്ത് എത്ര എണ്ണമാണോ ഇടാൻ പറ്റുന്നത് അത്ര എണ്ണ. ഞാൻ കുറേശ്ശേ വറക്കുന്നുള്ളൂ. ഇവിടെ ഇടാം. ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടെ ഇടാനുള്ള ഇടയുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാവേ. നല്ല ചൂടായി കഴിയുമ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനൊപ്പം തീ ഒന്ന് കുറച്ചു വിടാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം മറിച്ചിടാറായോ എന്നേ. അപ്പം മറിച്ചിടാറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ സാധാരണ മീൻ വറുത്തിട്ട് മറിച്ചൊക്കെ ഇടുന്ന അവസരത്തിൽ പൊടിഞ്ഞു പോകും, അടന്നു പോകാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ചെയ്യുന്ന പണി എന്നാണെന്നറിയോ? ഇതുപോലെ നമ്മൾ മറിച്ചിടാറാകുമ്പോൾ എടുത്തിട്ട് ഒരു കുറച്ച് സമയത്തേക്കിന് ചൂടിൽ നിന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം മറിച്ചിടുവാണെങ്കിൽ പൊട്ടിപ്പോകത്തില്ല. ഇച്ചിരി നേരെ ഇരിക്കട്ടെ. ഇങ്ങനെ മറിച്ചിടാം. അതുപോലെ ഇതും മറിച്ചിടാം. അപ്പോൾ എല്ലാം നമ്മൾ മറിച്ചെടുത്തിട്ടിട്ടുണ്ട്. ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് വീണ്ടും കുറച്ച് നേരം കൂടെ വേവിക്കണം. അപ്പോൾ ഇനി അടയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് തീ കുറച്ചിടത്തേ ഉള്ളേ. ശകലം കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കുറച്ചിടുവാണേ. ഇവിടെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇത് നമുക്ക് എടുക്കാറായോ നോക്കാവേ. എടുക്കാറാകുന്ന അവസരത്തിൽ ഇതിനകത്തുനിന്ന് വരുന്ന ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇത്ര ചെറുതായിട്ട് എണ്ണ തെറിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത് എടുക്കാറായി എന്ന്. പിന്നെ ഇത് കോരി എടുക്കുന്ന അവസരത്തിൽ ചൂട് കൂട്ടി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മീനിൽ നല്ലോണം എണ്ണ പിടിക്കും. ആദ്യം വേകുന്ന സമയത്ത് നമ്മൾ കുറച്ചിടുക. ഇത് കോരി എടുക്കാറാകുന്ന അവസരത്തിൽ നമ്മൾ ചൂട് കൂട്ടിയിടണം. അതിപ്പോൾ ചിക്കൻ വറക്കുന്ന അവസരത്തിലായാലും മീൻ വറക്കുന്ന അവസരത്തിലായാലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. പാകമായ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് കോരിയെടുക്കുവാണേ. നോക്കട്ടെ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ. ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഞാൻ ഈ പാത്രത്തിനകത്തോട്ടെടുത്ത് സൂക്ഷിച്ച് വെക്കുവാണേ. അപ്പം ഞാൻ തീ കുറച്ചിടുവാണ്. മീനെടുത്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതിനകത്ത് മീനിൻ്റെ ഈ മുളകിൻ്റെ പൊടിയോ കറിവേപ്പിലയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഞാൻ തൂത്തെടുക്കുവാണേ. ഇതേപോലെ നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന മീനും കൂടെ വറുത്തെടുക്കാം. അപ്പം വറുത്തതിന് ശേഷം ഞാൻ കാണിക്കാവേ. രണ്ടാമത്തേത് ഇതേപോലെ ഒന്ന് മറിച്ചിടാം. കുറേശ്ശെ മറിച്ചിടാം. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നൊക്കെയാണ്. ചിലപ്പം കൂടി അടുത്തൊക്കെ വരുന്നതിൻ്റെയാണ്. ഇനി നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് മറിച്ചിടാം. ഇതുപോലൊരു മത്തി വറുത്തതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കപ്പ അതുപോലെ തന്നെ ചോറൊക്കെ ഉണ്ണാൻ കാരണം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ മണമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വറക്കുമല്ലേ, അതിൻ്റെ ആ മണമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ള കൊതി തോന്നുക. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വറക്കുന്ന കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇച്ചിരി കൂട്ടിയിടട്ടെ. എന്നിട്ട് ഇനി അടച്ചു വെക്കാതെ തുറന്ന് വെച്ചാൽ മതി. ഈ സെറ്റും കൂടെ നമുക്ക് എടുക്കാം. ഇതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വറക്കാനുള്ള 4 എണ്ണം കൂടെ മിച്ചമുണ്ട്. ഇത് ഇത്ര എണ്ണം കൂടെ ഉള്ളേ. അപ്പം ഞാൻ ഇതും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മൊത്തം ഞാൻ വറുത്തെടുത്ത് വെക്കുവാണ്. 1 2 3 4. ശരിക്കും പറഞ്ഞാൽ ഈ മത്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടം എൻ്റെ ശിവദത്തിനാണേ. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവൻ വരുന്നിടം വരെ ഇത് വറുത്തിട്ട് ഞാൻ നോക്കിയിരിക്കും. അവൻ വന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ
ഈ മത്തി കൂട്ടിയിട്ട് ചോറുണ്ട്. അപ്പം നമ്മളിതേ അവസാനത്തെ മീനും കൂടെ വറുത്ത് കഴിഞ്ഞു. അത് എടുക്കുവാണേ. നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് നമുക്കിങ്ങനെ മീൻ വറക്കുമ്പോൾ നല്ലൊരു കറുപ്പ് കളറോടുകൂടി കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതേ ഈ മീനിൻ്റെ ഗ്രേവി കുറച്ചുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീൻ വറുത്തതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇതിനെ കൂടെ ഈ എണ്ണയിലേക്ക് ഇടും. നോക്കണം, മൊത്തം ഞാൻ ഇതിനകത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിരിക്കുവാണേ. ഈ ഗ്രേവി ഞാൻ മൊത്തം ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി, തീ കുറച്ചിട്ടോണേ, അല്ലെ ഇത് കരിഞ്ഞു പോവും. ഇതുപോലെ നമ്മൾ നല്ലോണം ഇളക്കി നല്ല കിലാന്ന് വരും, ശബ്ദം കേൾക്കാം. ആ സമയത്ത് വേണം നമുക്കിതിനെ കോരിയെടുക്കാൻ. ഇങ്ങനെ നമ്മൾ മീൻ വറുത്ത് വെച്ചാണ്ടല്ലോ ചോറുണ്ണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മത്തി വറുത്തത് മാത്രം മതി. അതിൻ്റെ കൂടെ ഇച്ചിരി സാമ്പാറോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളരിക്കയും മാങ്ങയും കൂടെ കറി വെച്ചതോ വെള്ളരിക്കയും തൈരും കൂടെ കറി വെച്ചതോ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട, ചോറ് വെച്ചത് മൊത്തം ഉണ്ട് തീർക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതേപടി നമ്മൾ മീൻ വറുത്തതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ഇതിനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഗ്രേവി പിടിക്കുകയും ചെയ്യും. നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പം ഞാനിത് അടച്ചു വയ്ക്കുവാണേ. ഇനി നമുക്കിത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വലിയ ചിലവൊന്നും ഉള്ളതല്ല. ഒരു സാധാരണ വീട്ടിൽ ഒരു കറി, ഒരു നേരത്തെ ഒരു കറി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ മത്തി വറുത്തത് ആക്കാം. അപ്പോൾ നമുക്കിതേ ഇത് കൂട്ടി ചോറുണ്ണുന്നതിന് മുമ്പേ വേറൊരു ഇച്ചിരി കാര്യം കൂടെ ചെയ്തിട്ട് വരാവേ. നമുക്കിതാണ് നട്ടുപിടിപ്പിക്കാനുള്ളത്. ഇതെന്നാന്നറിയോ ശിവ? ഇല്ല, ഇത് താമരയുടെ ട്യൂബറാണേ. ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ അത് നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായിട്ടൊരു പാത്രം നമുക്ക് സംഘടിപ്പിക്കാവേ. ഇത് ഈ പാത്രം കണ്ടോ, ഇത് മഴ പെയ്താൽ വെള്ളമെല്ലാം നിറഞ്ഞു കിടക്കുന്നതാണ്. ഇത് വരുന്നതാണോ? ഇത് വയൽ കളഞ്ഞേക്കട്ടെ. അപ്പം ഞാൻ ഈ വെള്ളം മറിച്ച് കളയാൻ പോകണേ. അയ്യോ, ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് രണ്ടിനകത്തോട്ട് എടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ബാക്കിയെ മറിച്ച് കളയണം. അങ്ങനെ നമ്മളിത് വിജയകരമായിട്ട് ഇത് മറിച്ച് കളഞ്ഞിരിക്കുവാണേ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം, ഇതിനകത്ത് വേണം നടാൻ. അപ്പോൾ ഇച്ചിരി പായലൊക്കെ ഉണ്ടാകും, ഒന്നും ഇവിടെ ഞാനിത് പൊക്കി വെക്കാൻ വേണ്ടി 2 കട്ട വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ മുന്നോട്ട് വെക്കാം, അല്ല ഇട വരാത്തില്ല. അപ്പോൾ ഇതും കൂടി ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ അടുപ്പുകല്ല് കൂട്ടുന്ന പോലെ ഇരിക്കും. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇടാവേ. ഇത്ര ഇടുവാണേ. ഒരു പാത്രം കൂടെ എടുത്തിടുന്നുണ്ടേ. ഇതെല്ലാ പ്രാവശ്യത്തേക്കാളും നല്ല ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും ചാണകപ്പൊടി ഇട്ടേ. അതിനകത്തോട്ട് ഇത് കുറച്ച് സ്റ്റെറാമിയിലാണേ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിരത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ കുറച്ച് സ്റ്റെറാമിയിൽ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് മണ്ണാണ് ഇടേണ്ടത്. ഇത് ഞാൻ താമര നടാൻ വേണ്ടി മണ്ണ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ മഴ പെയ്ത് വെള്ളവും ഇലയെല്ലാം കൂടി ഇതിനകത്തോട്ട് വീണിരിക്കുവാണേ. അപ്പോൾ ഞാൻ ഇതെടുത്ത് കുടഞ്ഞ് അതിനകത്തോട്ട് ഇടാൻ പോവുകയാണേ. ഈ മണ്ണെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. അപ്പം ശിവൻകുട്ടി ഇതൊന്നും എടുത്തിട്ടിടാം, അങ്ങോട്ട് കുടഞ്ഞിടണമേ. കമത്തിയാൽ മതി, എടുത്തിട്ട് അങ്ങോട്ട് പാത്രത്തെ വെക്കല്, നേരെ കമത്തിക്ക്. നമുക്കിത് ഇതൊന്ന് നിരത്തി കൊടുക്കാം. ഉണ്ടോ, മണ്ണിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതങ്ങോട്ട് കുഴഞ്ഞ് നല്ല ചെളി പോലെ ആയിട്ടുണ്ട്. ചെളിയുടെ മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് താമര നടാൻ വേണ്ടുന്ന കറക്റ്റ് സംഗതി എന്ന് പറയുന്നത്, ഈ ചെളിയാണേ. ഇനി ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ട്യൂബറേ. ട്യൂബർ എപ്പോഴും വളരുന്നത് പാത്രത്തിനോട് ചേർന്ന് വട്ടത്തിലാണ്. അപ്പം നമ്മൾ സൈഡിലൊരു ചെറിയ ഈ താമര നടാൻ വേണ്ടി മണ്ണെടുക്കുമ്പോണ്ടല്ലോ, ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി മാറ്റിക്കോണേ. അപ്പം ഞാനിങ്ങനെ കൈ ഓടിച്ച സമയത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ഇതുപോലൊരു ചെറിയ ഇതുണ്ടാക്കിയിട്ട് അവിടേക്ക് നമ്മളിത് വെക്കും. അപ്പം ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വരുന്നിടത്തു നിന്നാണ് ഇലകൾ വരുന്നത്. അപ്പോൾ ഇതൊരിക്കലും മണ്ണിനകത്ത് മൂടിപ്പോകരുത്. അപ്പം ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് വെള്ളം ഒഴിക്കുമ്പം പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഒരു ഇച്ചിരി മണ്ണിട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ഇതിങ്ങനെ കൊടുത്തിരിക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ വള്ളി കണ്ടോ, നമ്മളിപ്പം നട്ട ട്യൂബറേന്ന് മുറിഞ്ഞു പോയതാണേ. അപ്പം ഞാൻ ഇതും കൂടെ ഇതിനകത്തങ്ങ് വട്ടത്തിൽ തന്നെ നട്ടുപിടിപ്പിക്കുവാണേ. അപ്പം നോക്കിക്കോണം, ഇവിടെ വേരുണ്ട് കണ്ടോ, ഈ വേരുണ്ട്. ഇത് കണ്ടോ, ഇത് മുളയാണേ. അപ്പോൾ അതുകൂടി ഇതിനകത്ത് നിന്നോട്ടെ.
അപ്പോൾ ഈ അരികെ ഇങ്ങനെ മാത്രം, ഈ വേരും മുളയും ഉള്ളിടമല്ല, മുളയുള്ള ഭാഗം അല്ലാത്തതെല്ലാം ഇത് കണ്ടോ, ഇതൊരു ഇല വരുന്നത് കണ്ടോ. ഇപ്പോൾ ഈ ഇല വരുന്ന ഭാഗം ഒരിക്കലും നമ്മൾ മണ്ണിട്ട് മൂടരുത്. എന്നാൽ അത് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി അതിനിടയ്ക്കത്തെ തണ്ടുള്ള ഭാഗത്തുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി ചെറിയ ചെളി വാരി വെച്ച് അതിനെ വെള്ളത്തിനകത്ത് ഉറപ്പിക്കണം. ഇതിൻ്റെ ഇലയൊക്കെ അത് വാടിപ്പോയിട്ടുണ്ട്, അത് ഞാൻ മുറിച്ച് കളയുവാണേ. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇലകളൊക്കെ, വാടിപ്പോയിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം, അല്ലെങ്കിൽ അത് ഈ വെള്ളത്തിനകത്ത് കിടന്ന് അഴുകി പോകത്തുള്ളൂ. കണ്ടോ, ഇതുപോലത്തെ ഇലകളൊക്കെ നമ്മളങ്ങോട്ട്, ഈ ഇല പക്ഷേ നല്ലതായിട്ടാണ് നിൽക്കുന്നത്, നല്ല എന്നാൽ അത് നിൽക്കട്ടെ. എന്നിട്ട് ബാക്കി ഈ വേരും ഒക്കെ നമുക്കിവിടെ ഉറപ്പിച്ച് നിർത്താം. ഇത് കണ്ടോ, ഇതുപോലെ വരുന്നതൊക്കെ തണ്ടുകളാണ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം ആദ്യത്തെ നമ്മൾ വെച്ച സാധനം കിളുത്തില്ലെങ്കിൽ ഇതാണെങ്കിലും കിളുത്താൽ മതി, നമ്മുടെ ആവശ്യം നടക്കും. അപ്പോൾ ഇതുപോലെ ഞാനിതിനെ ചുറ്റി വെക്കുവാണേ. അപ്പോൾ ഇത്ര നീളമുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വെച്ചിടം വട്ടത്തിൽ, അത് റൗണ്ട് നല്ല കറക്റ്റായിട്ടാണ്. അപ്പം ഇവിടെ വെച്ചു. അതുപോലെ ഇച്ചിരി മണ്ണെടുത്തിട്ട് ഇവിടെ ഉറപ്പിച്ച് വെച്ചു. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കുഞ്ഞലയൊക്കെ കണ്ടോ, ഈ നാമ്പിൻ്റെ ഒന്നും മുകളിലോട്ട് കയറി വെള്ളം വരണ്ട. അപ്പോൾ അതിൻ്റെ ഈ വേരിൻ്റെ ഭാഗത്ത് ഞാൻ ശകലം മണ്ണും കൂടെ വെച്ച് കൊടുക്കുവാണേ. ഇനി ഞാൻ ഈ പാത്രം വെച്ചിട്ട് ഈ പാത്രത്തിനകത്തേക്ക്, പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു താമരയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു വാഴയുടെ ഇലയോ ഒക്കെ വെട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം കൊടുത്താലും കുഴപ്പമില്ല. എന്തിനാണ് നമ്മളിങ്ങനെ വെള്ളം കൊടുക്കുന്നതെന്നറിയോ? ഈ മണ്ണെല്ലാം കൂടെ കലങ്ങി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പാത്രത്തിനകത്തോട്ടോ ഇലയ്ക്കകത്തോട്ടോ ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം. ഇപ്പം ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ വെള്ളം കൊടുക്കുവാണേ. അത് ശകലം ഒന്ന് കഴുകട്ടെ. അപ്പോൾ ഈ പാത്രം നിറഞ്ഞിട്ട് ഇതിൽ നിന്ന് കവിഞ്ഞാണ് വെള്ളം പുറത്തേക്ക് ഇറങ്ങുന്നത്. പരമാവധി വെള്ളം കലങ്ങാതിരിക്കും, മണ്ണിങ്ങനെ കലങ്ങി ഇളകി മറിയാതിരിക്കും. നമ്മളിപ്പോൾ ഇന്ന് വെള്ളം കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ നാമ്പ് കണ്ടോ, ഇതുപോലുള്ള നാമ്പുകളൊന്നും മുങ്ങിപ്പോകാത്തത്ര വിധത്തിൽ ഒരു കുറച്ച് വെള്ളം ഇന്ന് കൊടുത്താൽ മതി. ഇനി ഇവർ കിളുത്തി ഇവരുടെ ഇല മുകളിലേക്ക് പൊങ്ങുന്നതിനനുസരിച്ച് വേണം കൂടുതൽ വെള്ളം കൊടുക്കാൻ. അപ്പോൾ പതുക്കെയാണ് ഇതിനകത്തുനിന്ന് വെള്ളം കവിഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മളിതേ കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ നാമ്പ് അപ്പോഴും മുകളിലാണ്. അപ്പോൾ ആ കണക്കിന് വെള്ളം ഒഴിച്ച് നമ്മളെ നിർത്തിയിരിക്കുക. ഇനി ഇവർ വളർന്നു പൊങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം. ഇനി വെള്ളം കൂടുതൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമായിരിക്കും. അങ്ങനെ മഴ പെയ്ത് വെള്ളം കയറിയാലും കുഴപ്പമില്ല, ഇവരുടെ ഇലകൾ മുകളിലേക്ക് കയറി വന്നോളും. അപ്പോൾ നമ്മുടെ താമരയുടെ നടിയിൽ കഴിഞ്ഞു.